നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. കളരിപ്പയറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഒരു കുട്ടിയുടെ ജീവിതം വളർച്ച ഇതുമായി കണക്കാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കുട്ടി വളരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രസ്താവിച്ചതെങ്കിൽ നമുക്ക് ഓരോ നിലകൾ കളരിപ്പയറ്റി പറയുന്നുണ്ടല്ലോ, അടിസ്ഥാനപരമായ നിലകൾ, ഏതൊക്കെ നിലകളിലാണ് നമ്മൾ നെലി ഉറപ്പിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ കടലിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മാനസിക നിലകൾ. ഓരോ ഇയറിൽ കയറി വരുമ്പോഴും അവൻ്റെ മാനസികമായിട്ടുള്ള നിലകളിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൂടെ നമ്മൾ നിർണ്ണയിക്കുക തന്നെ വേണം കളരിപ്പയറ്റ് കുറച്ചുകൂടി വളരുവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൊതുവിൽ മറ്റുള്ള മാർഷൽ ആർട്ടുകളൊക്കെ അപേക്ഷിച്ചിട്ട് കളരിപ്പയറ്റിലൊരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ ഒരു വഴക്കം അല്ലെങ്കിൽ ഒരു താഴ്ച, ഇനി അതല്ലെങ്കിൽ അവരൊരു ബഹുമാനമൊക്കെ കൊടുക്കുന്ന രീതികൾ ഒരുപാട് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഗുരുശിഷ്യ ബന്ധം നല്ല രീതിയിൽ വരുന്ന സമയത്തൊക്കെ തന്നെ അവർ ഓരോ തവണയും ഗുരുവിൻ്റെ കാലിലോട്ട് തൊഴുമ്പോഴും കളരികളിൽ ഓരോ ഭാഗങ്ങളിൽ വന്ദിക്കുമ്പോഴും ഒക്കെ തന്നെ അവരുടെ മാനസിക നില ഒരു പക്വമായ ലെവലിലേക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂടുതൽ അഗ്രസീവ് ഒന്നും ആയിരിക്കില്ല അവർ. പൊതുവിലുള്ള ആയോധന കലകളെ അപേക്ഷിച്ച് നമ്മൾ നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ്. നല്ല താഴ്മയോടുകൂടി വിനയത്തോടു കൂടിയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും കളരിയിൽ വരികയും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ ഒരു മാനസിക നിലയിൽ മാറ്റം വരുത്താൻ കളരിപ്പയറ്റിന് അത്രയും വ്യത്യാസമുണ്ടെന്നുള്ളതിൽ ചിലത് അതിനകത്ത് വിപരീതമാണ് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അത് അവരുടെ ഹിസ്റ്ററീസ് പരിശോധിച്ചാൽ, അവരുടെ പഴയകാല ഹിസ്റ്ററി പരിശോധിച്ചാൽ അവർ ആ രീതിയിൽ വളർന്നവരാണ്. പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുന്നത്. അപ്പോൾ ഈ മാനസിക നിലകളും ഉയരണമെങ്കിൽ ചെറിയൊരു പഠനം കൊണ്ടോ ചെറിയ സമയം കൊണ്ടോ പറ്റില്ല, ഓരോ ലെവലുകളും കയറി വരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രസ്താവിക്കുന്ന ഒരു കാരണം വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ കൈ കൂപ്പി തൊഴുന്ന സമയത്ത് ആ സമയത്തുണ്ടാകുന്ന അറ്റാക്കുകളെ പ്രതിരോധിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ കണ്ണുകൾ കൊണ്ട് മാത്രമായിരിക്കില്ല, ചെവിയുടെ കേൾവിയും കൂടെ അത് സ്വാധീനിക്കും. അങ്ങനെ ചെവിയുടെ കേൾവി, അതുപോലെ തന്നെ കുറച്ചേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറകിലേക്കുണ്ട്. അതീവ രഹസ്യമായതുകൊണ്ട് അതിൻ്റെ ട്രെയിനിങ് ഒന്നും തൽക്കാലം നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല. ഇങ്ങനൊരു കാര്യമുണ്ട്, ഇങ്ങനെ ചിന്തിക്കാം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോയിലും ചെയ്യുന്നത്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്താണിതെന്ന് യഥാർത്ഥത്തിൽ അറിയേണ്ടവർക്ക് പഠിക്കുവാനുള്ള സംവിധാനം VIP അക്കാദമിയിൽ ഉണ്ട്, വർഷങ്ങളായിട്ടുണ്ട്. അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു തരുന്നത്. ഇതൊരു ഇൻഫോർമേഷണൽ വീഡിയോസ് മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോകളും, അല്ലാതെ അത് പഠിപ്പിക്കലല്ല എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ കാണുക. അപ്പം നമുക്ക് ചെവിയുടെ കേൾവി അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച ഏത് പരിധി വരെ നീളും, അല്ലെങ്കിൽ അത് കൂട്ടാനായിട്ട് നമുക്ക് ചില തിരിവുകളും ഒക്കെ ഉണ്ട്. ആ തിരിവുകളും അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കലും തട്ടലും മറ്റു കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഇവിടെ പ്രാർത്ഥനാനിരതനായി നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പൂർണ്ണമായിട്ട് നേരെ തന്നെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഒരാൾ കടന്നു വരുമ്പോൾ അത് ഒരു സെൻസേഷൻ പോലെ ആൾക്ക് കിട്ടണം. ഒരാൾ നടന്നു വരുമ്പോൾ ചെറിയ കണ്ണ് മാത്രം നീക്കിയാൽ തന്നെ കുറച്ച് ഭാഗം കിട്ടും. രണ്ടാമത് വരുമ്പോൾ അത്രയും കിട്ടാനും വരുമ്പോൾ നമ്മുടെ തലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് വരുമ്പോൾ തല കുറച്ചുകൂടി തിരിച്ചു നോക്കും. വീണ്ടും വരുമ്പോൾ പൂർണ്ണമായിട്ട് തിരിയാനുള്ള സംവിധാനം, നമ്മൾ സെൻസേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾ പുറകിൽ വരുന്നുണ്ടെന്നുള്ളൊരു ട്രെയിനിങ് നമുക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടും. ഇനി അഥവാ നമ്മളൊരു ധ്യാനനിരതനായിട്ട് നിൽക്കുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ആന തുമ്പിക്കൈയിൽ വെള്ളം എടുത്തെറിയുന്നത് പോലെ പുറകിലേക്ക് പോവുക തന്നെ ചെയ്യും. അടുത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്നാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഒരാൾ തട്ടിക്കഴിഞ്ഞാൽ ആ തട്ടുന്നതോട് കൂടി അടുത്ത ആളെ എടുത്തെറിയുന്ന വിധം നമുക്ക് താഴേക്ക് അടിക്കാൻ പറ്റും. അടുത്ത് തരുന്നതിന് മുന്നേ കണ്ടോ തിരിച്ചറിയാനായിട്ടൊരു സെൻസേഷൻ അദ്ദേഹത്തെ കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ കൈകൂപ്പി തൊഴുമ്പോഴുണ്ടാകുന്ന അറ്റാക്കുകൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ നോട്ടം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി തലയുടെ തിരിവ് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും, ശരീരത്തിൻ്റെ തിരിവ് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഓരോ തിരിവുകൾ വന്നിട്ടാണ് ചുവടുകൾ മാറുന്നത്. അപ്പോൾ ആ ചുവടുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന തട്ടുകളും പ്രയോഗങ്ങളും ഒക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനോനിലകളിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിന് വേണ്ടിയിട്ട് യോഗയിൽ പറയുന്ന ത്രാടക ക്രിയ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന മെയ്പയറ്റിൽ നമ്മൾ പറയത്തില്ല ഒത്തടി അമർന്ന് മറിച്ച് ഇടത്ത് വെച്ച് വലത്ത് തൂക്കി, ആ സംഗതികൾക്കകത്തൊക്കെ തന്നെ മാനസിക നിലകൾ ചെയ്യുവാനുള്ള രഹസ്യവിദ്യകളുണ്ട്. പക്ഷേ അത് വളരെ ഗുപ്തമായിട്ടാണ് ഇരിക്കുന്നത്. അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുക്കന്മാരുണ്ടെങ്കിൽ കുട്ടികളുടെ മാനസിക നിലയെ ഒരു ലെവലിൽ എത്തിക്കുവാൻ കഴിയും. ഈ രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയുന്നത് പോലെ ഓരോ വീഡിയോയും ഇനിയും വരുന്നുണ്ടാവും. വെയിറ്റ് ചെയ്യുക. Have a nice day. Thank you very much.